ധന്യ, ഈ ലൈംഗിക ബന്ധത്തിന് അങ്ങനെ പ്രത്യേകിച്ച് സമയം എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വളരെ വലിയ ഗുണങ്ങളാണ്, മെച്ചമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പഠനങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ? പുതിയ വാർത്തകളൊന്നും ഉണ്ടോ? ഈ പ്രത്യേകിച്ച് സെക്സ് ലൈംഗിക ബന്ധം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആളുകൾ നെറ്റി ചുളിക്കും. പലർക്കും ഇത് കാണാനും കേൾക്കാനും ഒക്കെ വലിയ താല്പര്യമുണ്ട്. പക്ഷേ ഇത് പിന്നെ എന്താ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ പലരും നെറ്റി ചുളുക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെയല്ല, ഇപ്പോൾ സെക്സിനെ കുറിച്ച് സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് വരെ പറയുന്ന നാടാണിത്. അത്തരത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്? ഇപ്പോൾ പത്തനംതിട്ടയിൽ 13 വയസ്സ് മുതൽ ഒരു പെൺകുട്ടിയെ 64 പേർ ചേർന്ന് ലൈംഗികമായി പീഡനത്തിനിരയാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് അറിഞ്ഞില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരോട് നമുക്ക് ഇപ്പോൾ വീട്ടുകാർ അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി 64 പേർ 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ഏതെങ്കിലും അച്ഛനും അമ്മയും കൂട്ടുനിൽക്കുക. ഒന്നുകിൽ അവർ ക്രൂരരായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ മകളായിരിക്കില്ല ഈ പെൺകുട്ടി. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ സംഭവിക്കും. ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും, കൊല്ലുമെന്നോ അല്ലെങ്കിൽ നിന്റെ നഗ്ന വീഡിയോസോ ചിത്രങ്ങളോ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളത് പ്രദർശിപ്പിക്കുമെന്നോ ഒക്കെ പറയും. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാര്യം എന്താണ്? സെക്സ് എഡ്യൂക്കേഷൻ കൃത്യമായ രീതിയിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത്. ബാഡ് ടച്ച് ചെയ്ത് ഗുഡ് ടച്ച് ചെയ്ത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി കുട്ടികളിലേക്ക് എത്തണം. ആ മുതിർന്നവർക്കാണെങ്കിലും പല മുതിർന്ന ആളുകൾക്ക് പോലും പലപ്പോഴും അറിയില്ല. സെക്സ് എന്ന് പറയുമ്പോൾ അത് പറയാൻ പാടില്ല, ആ വാക്ക് പറയുന്നത് തന്നെ നമ്മളെന്തോ മോശക്കാരാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു തലമുറ, ഒരു വിഭാഗം ആളുകൾ, തലമുറ എന്നുള്ള ഒരു വിഭാഗം ആളുകൾ. പക്ഷേ ഇപ്പോഴത്തെ ഈ യുവ തലമുറ എന്ന് പറയുന്നവർ ഇതിലൊക്കെ അവർ കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ സെക്സോളജിസ്റ്റ് അങ്ങനെ ഒരു ഒരു മേഖല തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഈ സെക്സുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ളവർക്ക് ഡോക്ടറെ സമീപിക്കാം. അത്തരം കാര്യങ്ങൾ സെക്സിനോട് താല്പര്യമില്ലാത്തവർക്ക് ഡോക്ടറെ സമീപിച്ച് കൗൺസിലിംഗ്, കൺസൾട്ടേഷനൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പണ്ടുള്ളവർ നെറ്റി ചുളുക്കുന്നത് പോലെ കുടുംബജീവിതം, സെക്സ് എന്ന് പോലും പറയില്ല, അത് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്നുള്ള രീതിയൊക്കെ മാറി. ഇപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയി യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമായി അതങ്ങ് മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അങ്ങനെ മാറണം. എങ്കിലേ കുറേയൊക്കെ ഈ പീഡനങ്ങളാണെങ്കിലും കുറേയൊക്കെ ഈ ഇത്തരം ചൂഷണങ്ങളൊക്കെ കുറയൂ എന്നുള്ളത് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആളില്ലാത്തതിൻ്റെ, അല്ലെങ്കിൽ എന്തോ ഒരു സാധനം അത് കഴിയുമ്പോൾ നമുക്കെന്തോ ഒരു കുറച്ച് സമയത്തെ ഒരു സുഖം, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ദുഷ്ടതകളാണ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയായി അത് മാറണം. ഇതിൻ്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ലൈംഗിക ബന്ധത്തിന് പല ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായി രാത്രിയാണ് ലൈംഗിക ബന്ധത്തിന് നല്ല സമയം, രാത്രിയാണ് നല്ല സമയം എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ അല്ല പഠനങ്ങൾ പറയുന്നത്. അതായത് ഈ പുലർച്ചെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മൂലം ശരീരത്തിലെ രക്തപ്രവാഹം ക്രമപ്പെടുന്നു. മാത്രമല്ല ഇത് രക്തസമ്മർദ്ദം സന്തുലിതമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നെ ഒന്ന്, ശരീരത്തിൽ നിന്ന് 300 കലോറി വരെ എരിച്ചു കളയാൻ പുലർക്കാല സെക്സിന് സഹായിക്കും. ഇതുകൂടാതെ തന്നെ പ്രമേഹ സാധ്യതകളും ഇല്ലാതാക്കുന്നുവെന്നാണ് പഠനങ്ങൾ. സന്ധിവീക്കം ഇന്ന് ഭൂരിഭാഗം പേരെയും അലട്ടുന്ന പ്രശ്നമാണ്. ഇതിനൊരു പരിഹാരം അതിരാവിലെ ലൈംഗിക ബന്ധം ശീലമാക്കുന്നവരിൽ ഈ പ്രശ്നങ്ങൾ കുറവാണെന്നാണ് പറയുന്നത്. തന്നെ പറഞ്ഞതുപോലെ ഈ പുലർകാലത്തുള്ള സെക്സിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. അതായത് പുലർകാലത്ത് നമ്മൾ ആ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ സെക്സ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ രക്തപ്രവാഹം ഉണ്ടാവുകയും ഈ ലൈംഗിക ഹോർമോൺ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോണുണ്ട്, ആ ഹോർമോണും അതുപോലെ തന്നെ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോണും ഒക്കെ ഒരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത് പുരുഷന്മാരിലെ പല രോഗങ്ങളെയും തടയാനും അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിതത്തിനും, അതായത് നല്ല സെക്സ് ലൈഫിനും അതുപോലെ മാനസിക അടുപ്പത്തിനും ഈ ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയുണ്ട്. അതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന പുരുഷന്മാർക്ക് ഏറെയധികം സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ പുലർകാലത്തെ സെക്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മെഡിസിൻ ഒക്കെ എടുത്ത് ഹോർമോൺ കൂട്ടേണ്ട ആളുകളൊക്കെ ഉണ്ട്. അത്തരം ആളുകൾ ഈ പുലർകാലത്ത് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ടെസ്റ്റോസ്റ്റെറോൺ നാച്ചുറലി വർദ്ധിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇത് പുലർക്കാലത്ത് സെക്സ് ചെയ്യുമ്പോൾ അതിൽ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. രക്തസമ്മർദ്ദം പോലുള്ള, പ്രമേഹം പോലുള്ള പല ഗുണങ്ങളും ഉണ്ട് എന്നുള്ളത് ഇതൊരു നല്ല വശമായി കണ്ട് അത്തരത്തിൽ ഈ കാര്യങ്ങൾ പ്രമേഹം പോലുള്ളവയെ എതിർക്കാനുള്ള, നിയന്ത്രിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ
തീർച്ചയായിട്ടും ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ നെറ്റി ചുളിക്കാനും അയ്യേ എന്ന് പറഞ്ഞ് അതൊക്കെ പണ്ടാണ്, അതൊക്കെ ആ കാലങ്ങളൊക്കെ മാറി എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഇത് എന്താ പറയുക, ഇപ്പം പലതും യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ ആയി നമ്മുടെ ഇന്ത്യയും കേരളവും എന്നൊക്കെ ഉള്ളത്. കാരണം ലിവിങ് ടുഗദർ പണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രം ഉണ്ടായിരുന്നതാ. അല്ല, ഇതില് ലിവിങ് ടുഗദർ എന്ന് പറയുന്നതിനെക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ബാത്റൂമിൽ പോവുക എന്നൊക്കെ പറയുന്നത് പോലെ അതിനേക്കാളൊക്കെ എന്താണ് ജീവശാസ്ത്രപരമായി ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയമാണിത്. ഇതിനെ എന്തിനാണ് പറയാൻ പഠിക്കുന്നത്? സെക്സ് എന്ന് പറയാൻ എന്തിനാണ് പഠിക്കുന്നത്? സെക്സ് എന്ന് പറയുന്ന ഇപ്പോൾ ഒരാളോട് നാം സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുമായിട്ട് സെക്സ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇപ്പോൾ എത്രയോ അധികം ഡോക്ടർമാരുടെ മുമ്പിൽ പോയിട്ടാണ് പ്രസവം എടുക്കുന്നത്. നമുക്കറിയാമല്ലോ, പല ഡോക്ടർമാരും പ്രസവം എടുക്കുന്നുണ്ട്. ആ സമയത്ത് വജൈനൽ ക്ലീൻ ചെയ്യേണ്ടി വരും. അവിടെ ഡോക്ടർമാർ പല ഇപ്പോൾ പണ്ടൊക്കെ ഫിംഗറിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ബലാത്സംഗത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് ഫിംഗറിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഹെൽത്ത് ആയി ബന്ധപ്പെട്ട് പല ഓപ്പറേഷനുകളും പല കാര്യങ്ങളും നഗ്നമായ ശരീരത്തിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. മൃതദേഹങ്ങളുടെ നഗ്ന ശരീരത്തിലാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതിനെ ആ രീതിയിൽ കാണുക എന്നതിനെക്കാട്ടും അപ്പുറത്തേക്ക് ഇതിനെ എന്തോ മോശമാണ് എന്ന ചിന്ത കൊണ്ടാണ്. അതായത് ഒരാളെ കയറി പിടിക്കാനോ സെക്സ് ചെയ്യാനോ അല്ല പറയുന്നത്. അതിനെപ്പറ്റി വ്യക്തമായി പഠിക്കാനും എന്താണ് ഇത് മനസ്സിലാക്കാനും ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കാനും ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിനനുസരിച്ച് ഈ കാര്യത്തെ കൊണ്ടുപോകാം എന്നതുമാണ് നാം ഇതിലൂടെ പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ കുട്ടികളെ ഇപ്പോൾ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഇതൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര മഹാപാവമാണെന്നൊക്കെ പറഞ്ഞിരുന്ന, പാപം എന്നതിനപ്പുറം അത് അങ്ങനെ സംസാരിക്കുന്നത് ചീത്ത കുട്ടികളാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി ഈ കാലഘട്ടം. ഇതിപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും സെക്സിന് ഭയമുള്ള കുട്ടികളുണ്ട്. വാർത്തന അതറിയാവോ? തീർച്ചയായിട്ടും സെക്സിനെ ഞാൻ ഇതിനു മുന്നേ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു പെൺകുട്ടി കല്യാണത്തിനൊന്നിനും സമ്മതിക്കില്ല. ഒരു കല്യാണം വന്നു, അത് എൻഗേജ്മെൻറ്റിന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ഈ ചെറുക്കനുമായിട്ട് സംസാരിക്കാൻ പോലും ഒക്കെ ഭയമാണ്. പിന്നീട് കൗൺസിലിംഗ് ഒക്കെ കൊണ്ടുപോയപ്പോഴാണ് മനസ്സിലായത് ഈ കൊച്ചിനെ ചെറുപ്പത്തിലെ വളർത്തി വന്നത് അങ്ങനെയാണ്. ഇതിനെ കല്യാണം കഴിക്കാൻ കുഴപ്പമില്ല, പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ ശരീരത്തിൽ തൊടാൻ പാടില്ല. ഇത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ചെറുക്കനോട് പറഞ്ഞപ്പോഴാണ് അവൻ ഇത് വീട്ടിൽ സംസാരിച്ച് അത് ആ കല്യാണം നിന്നുപോയത്. അപ്പോൾ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ്, ഇപ്പോഴും ആ കൊച്ച് ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പം നമ്മളോടൊക്കെ അത് തുറന്ന് പറയാൻ തന്നെ തുറന്ന് പറയുന്നതിനപ്പുറം നമ്മളെ കൂടെ ജോലി ചെയ്തിരുന്ന ഏതോ ഒരു ആൺകുട്ടി അതിൻ്റെ കയ്യിലെങ്ങാണ്ട് വെറുതെ ഒന്ന് തട്ടിയപ്പോൾ അത് കിടന്ന് നിലവിളിച്ച ഒരു ശബ്ദം ഇന്നും എനിക്കത് ഭയങ്കര എന്ന് വെച്ചാൽ എന്തോ നഷ്ടപ്പെട്ടു പോയി. കയ്യിലൊന്ന് തട്ടിയപ്പോൾ തന്നെ അതിനെ വളർത്തിക്കൊണ്ടുവന്ന രീതി അതാണ്. അച്ഛനെ വളരെ സാധാരണ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ്, പക്ഷെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന പോൺ ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അവളുടെ കയ്യും കാലും ഒക്കെ വിറയ്ക്കും. അത്തരത്തിലുള്ള വീഡിയോസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ തന്നെ അവളുടെ മൈൻഡ് മാറും. ആ ലെവലിലേക്കാണ്. എനിക്ക് തോന്നുന്നില്ല അവൾക്ക് ഇനി ഒരു വിവാഹ ജീവിതമൊക്കെ കറക്റ്റായിട്ട് കിട്ടുമോ ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇത്തരം കുട്ടികൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളതല്ല. ഇതിനെ ഭയത്തോടെ നോക്കി കാണുന്ന, ഇത് ചെയ്യുന്നത് വളരെ മോശമാണ്, ഇത് ചെയ്താൽ ഞാനൊരു മോശമായി മാറും എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന പലരുമുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും സെക്സ് ഒരു ചീത്ത കാര്യമല്ല എന്ന് ആദ്യം തിരിച്ചറിയുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ് എന്ന് മാത്രം മനസ്സിലാക്കി മാനസിക സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തെറ്റല്ല. അത് തെറ്റാകുന്നത് എപ്പോഴാണ്? പരസ്പര സമ്മതമില്ലാതെ ബലപ്രയോഗത്തിലൂടെ നടത്തുമ്പോഴാണ് അത് തെറ്റാകുന്നത്. അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനുള്ളത്. അല്ല ഇത് കാണുമ്പോഴൊന്നും നെറ്റി ചുളിക്കേണ്ടതിൻ്റെ കാര്യം, ഇത് മോശപ്പെട്ട കാര്യമൊന്നും അല്ല. ഇതാദ്യം എല്ലാവരും തിരിച്ചറിയുക. അതെ.